ഗുഡ് മോർണിംഗ്. വെൽക്കം ടു ടീൻസ് കിച്ചൺ സീക്രട്സ്. ഇന്ന് നമുക്ക് ഒരു സ്പെഷ്യൽ ബീഫ് ഫ്രൈ ഉണ്ടാക്കാവേ. ക്രിസ്മസിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ടൈപ്പ് ഒരു ബീഫ് ഫ്രൈ ആണ്. അതിന് നല്ല വലിയ പീസായിട്ട് വേണം ബീഫ്. ഇതുപോലെ മുറിച്ച് കുക്കറിനകത്ത് ഇടണേ. ഇതൊരു 3-4 പീസ് അങ്ങോട്ട് ഇതുപോലെ ഈ വലിപ്പത്തിലിടണേ. ഇതിന് കുറച്ച് കൊഴുപ്പൊക്കെ, കുറച്ച് നെയ്യ് ഉള്ള ബീഫായിരിക്കും ഇതിന് നല്ലത്. ഇതിട്ടതിന് ശേഷം ഒരു കറുവപ്പട്ട, നല്ല വലിപ്പത്തിലൊരു കറുവപ്പട്ട, ഒരു 3 ഏലക്ക, ഒരു 3-4 ഗ്രാമ്പു ഇത് ഇട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ പൊടിക്കാത്ത പെരുംജീരകം ഇടണേ. 1 ടീസ്പൂൺ മഞ്ഞൾ പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ഉപ്പ് നമുക്ക് ആവശ്യത്തിന്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ. പിന്നെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക, കാരണം ഇത് നമ്മൾ കട്ട് ചെയ്യാത്ത ബീഫല്ലേ, അപ്പോൾ ഇച്ചിരി കൂടുതലല്ല, ഇതിന് കൂടുതൽ സമയം എടുക്കും ഇത് കുക്കായി കിട്ടാൻ. അപ്പോൾ കുറച്ച് വെള്ളം കൂടെ നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടാണ് ഇത് ഗ്യാസിൽ വെക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ആക്കണം. ആ ഒരു കുരുമുളകും ഉപ്പും ഒക്കെ എല്ലാ ഭാഗത്തും വരണ്ടേ. നന്നായിട്ടൊന്ന് മിക്സ് ആയതിന് ശേഷം നമുക്ക് ആദ്യത്തെ വിസിൽ വന്നതിന് ശേഷം സിമ്മിൽ ഒരു 20 മിനിറ്റോളം സിമ്മിൽ വെക്കണം. വെച്ചിട്ട് നോക്കണം അത് നന്നായിട്ട് വെന്തോന്ന് നോക്കണം. വെന്തില്ലെങ്കിൽ വീണ്ടും കുറച്ച് നേരം കൂടെ നമ്മൾ വെക്കേണ്ടി വരും. ഇതങ്ങനെ ആദ്യം നമുക്ക് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാവേ. നമ്മുടെ ബീഫ് ഇതൊരു 20 മിനിറ്റ് കുക്ക് ചെയ്തിട്ട് നോക്കി. അപ്പം ശരിക്കും വെന്തില്ലായിരുന്നേ. അപ്പം ഞാനൊരു 10 മിനിറ്റും കൂടെ വെച്ചു. ചില ബീഫിൻ്റെയൊക്കെ ഒരു കുഴപ്പമാണ്, ചിലത് കുറച്ച് മൂത്ത ബീഫാണെങ്കിൽ അതായി വരാൻ ഇച്ചിരി താമസം കൊടുക്കും. അങ്ങനെ ഞാൻ സിമ്മിലൊരു 30 മിനിറ്റോളം വെച്ച് കുക്ക് ചെയ്ത ബീഫായത് കേട്ടോ. വലിയ പീസായോണ്ടേ. ഇനി ഇത് ഇത്രയും വെള്ളം കിടപ്പുണ്ട്, ആ വെള്ളം നമ്മൾ വറ്റിച്ചെടുക്കണേ. അപ്പം അതിലേക്ക് നമ്മളൊരു 8-9 വറ്റൽമുളക് ഇട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് അതും കൂടി ഇതിനകത്തിട്ട് കൊടുക്കണേ. ഇത് ഞാൻ ഒരു പൊട്ടറ്റോയും കൂടെ ഞാൻ ഈ കൂട്ടത്തിൽ ഇടുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതേ കിടന്ന് ഇത് വെള്ളമെല്ലാം വറ്റി കഴിയുമ്പോഴാണ് പിന്നെ നമ്മൾ ഇത് ഫ്രൈ ചെയ്യാൻ എടുക്കുന്നത്. ഉപ്പൊക്കെ നോക്കി കൊടുക്കണേ. ഇനി 2-3 വറ്റൽമുളക് ഞാൻ മുഴുവനോട് ഇട്ടേക്കുവേ. അത് ഈ എണ്ണയ്ക്കകത്ത് കിടന്ന് അത് അവസാനം നമ്മൾ ഫ്രൈ ആക്കുമ്പോഴേ എണ്ണയ്ക്കകത്ത് കിടന്ന് ഈ മുളക് മുരിയുമ്പോൾ നല്ല ടേസ്റ്റാണ് മുളക് കഴിക്കാൻ. ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതിയേ. ഇതിനകത്ത് കിടന്ന ആ നെയ്യും ഇറച്ചിയുടെ ടേസ്റ്റും എല്ലാം ആ മുളകെ പിടിക്കും. എന്നിട്ട് നമ്മൾ അവസാനം ഫ്രൈ ചെയ്യുമ്പോൾ ഈ മുളകിന് തന്നെ നല്ല ടേസ്റ്റ്. ഇനി ഇങ്ങനെ കിടന്ന് ആ വെള്ളം മുഴുവൻ വറ്റട്ടെ. ബീഫിൻ്റെ വെള്ളം എല്ലാം വറ്റി ഇതുണ്ടോ, ഇതുപോലെ ആയിട്ടുണ്ട്. ഇതുപോലെ വേണം ആക്കിയെടുക്കാനേ. എന്നിട്ട് നമ്മളിത് ഓരോ പീസ് എടുത്ത് അരിഞ്ഞെടുക്കണേ. ഒരു പീസ് ഇങ്ങനെ എടുത്ത് ഒരു കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് ഉണ്ടോ, ഇതുപോലെ ഈ പീസ് പോലെ ഇതുപോലെ അരിഞ്ഞെടുക്കണം. നല്ല മൂർച്ചയുള്ള കത്തി വെച്ച് വേണം അരിയാൻ, അല്ലെങ്കിൽ അത് പൊടിഞ്ഞു പോകും. നല്ല വെന്തിരിക്കുന്ന ബീഫല്ലേ, നമ്മൾ അല്ലാതെ മുറിക്കുന്ന പോലെയല്ല. വെന്തിരിക്കുമ്പോൾ നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ട് അരിഞ്ഞില്ലെങ്കിൽ അത് മുഴുവൻ അരിഞ്ഞിട്ട് ഞാൻ ബാക്കി കാണിക്കാവേ. ബീഫെല്ലാം അരിഞ്ഞ് നമ്മൾ ഇതുപോലെ വെച്ചിട്ടുണ്ട് കേട്ടോ. പീസിൻ്റെ വലുപ്പം കണ്ടോ, ഇതുപോലെ വേണം ചരിച്ച് കനം കുറച്ച് അരിഞ്ഞെടുക്കണേ. നമ്മളൊരു ഫ്രൈ പാൻ എടുത്ത് വെച്ച് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ വേണം ഇതിൽ ഒഴിക്കാൻ, മറ്റേ സൺഫ്ലവർ ഓയിലൊന്നും ഒഴിക്കരുത്, വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം.
ഇതിനകത്ത് നമ്മൾ മല്ലിയിലയോ അല്ലെങ്കിൽ കറിവേപ്പിലയോ ഒന്നും ഉപയോഗിക്കത്തില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഇതുണ്ട് നമ്മുടെ ആ കുക്കറിൽ ബാക്കി അരപ്പും ആ പൊട്ടറ്റോയും മുളകും എല്ലാം കൂടെ ഉണ്ട്. അതെല്ലാം കൂടെ ഈ എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണേ. നമ്മൾ ആദ്യമൊന്നും ഒട്ടും എണ്ണ ചേർക്കാതാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത്. ഈ 2 ടേബിൾ സ്പൂൺ എണ്ണയുടെ ആവശ്യമേ ഉള്ളൂ ഇത് ഫ്രൈ ചെയ്ത് വരാൻ. അത് ഏറ്റവും അവസാനം നമ്മളിങ്ങനെ ചെയ്താൽ മതി. ഇതിൻ്റെ എല്ലാ അരപ്പും ഇതുപോലെ എടുത്ത് ഇതിനകത്തോട്ട് ഇടണേ. ഒരുപാട് ഫ്ലെയിം അങ്ങ് ഒത്തിരി കൂട്ടി വെക്കരുത്, ഒരു മീഡിയം ഫ്ലെയിമേ ആകാവുള്ളേ. ഈ പൊട്ടറ്റോയും കൂടെ ഒക്കെ ഇതിനകത്ത് കിടന്നൊന്ന് മുരിഞ്ഞ് വരുമ്പോഴേ നല്ല ടേസ്റ്റാണ്. ആ പൊട്ടറ്റോ കഴിക്കാനാണേലും പിന്നെ ആ മുളക് നമ്മൾ ഇട്ട കണ്ടോ, ആ മുളകൊക്കെ ഉണ്ട് ഇതിനകത്ത്. അത് ആ മുഴുവനെ തന്നെ ഇങ്ങനെ കിടക്കും. അത് ഈ ബീഫിൻ്റെ ആ ടേസ്റ്റും ഈ എണ്ണയ്ക്കകത്ത് കിടന്ന് മുരികയൊക്കെ ചെയ്യുമ്പോഴേ നല്ല രുചിയാണ്. ഇനി നമ്മൾ ഈ ബീഫ് അരിഞ്ഞതും കൂടെ ഇങ്ങനെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണേ. എന്നിട്ട് ഇത് ഒരു സൈഡ് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ അടുത്ത സൈഡ് തിരിച്ചിട്ട് അങ്ങനെ മൂപ്പിച്ചെടുക്കണം. നല്ല ടേസ്റ്റുള്ള സാധനമാണ്. എൻ്റെ അമ്മയൊക്കെ ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഇതുണ്ടാക്കി തരും. ഇങ്ങനെ ബീഫ് നല്ല പുഴുങ്ങിയ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, നമ്മൾ കാച്ചിൽ പുഴുങ്ങിയത്, അതിൻ്റെയൊക്കെ കൂടെയും ഇത് നല്ലതാണ് കേട്ടോ. ചോറിൻ്റെ കൂടെയൊക്കെ നല്ലതാണ്. ചോറിൻ്റെ കൂടെ നമ്മൾ രസവും അല്ലെങ്കിൽ പുളിശ്ശേരി അല്ലെ അപ്പമൊക്കെ ആണേലും ഒരുപാട് ഗ്രേവി ഇല്ലാതെ കഴിക്കുന്ന ചിലർക്ക് ഇഷ്ടമല്ലേ, അതിൻ്റെയൊക്കെ കൊടുത്തിട്ട് ഇത് നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യണം. ഒരു വ്യത്യസ്തമായ ഒരു രുചിയാണ് കേട്ടോ. ഇതിനകത്ത് നമ്മൾ മല്ലിപ്പൊടിയോ അല്ലെങ്കിൽ അല്ലാതെ മറ്റു പൊടികളൊന്നും ഉപയോഗിക്കാതെ കുരുമുളകും കുറച്ച് ക്രഷ്ഡ് ചില്ലിയും അതൊക്കെ ഉപയോഗിക്കുന്നുള്ളൂ. ഇതിങ്ങനെ ഓരോ സൈഡും കിടന്ന് ഒന്ന് മൂത്ത് വരണേ. അപ്പോൾ ഈ അരപ്പുണ്ടല്ലോ അതെല്ലാം ഇതിനകത്തൊന്ന് പറ്റുകയും ചെയ്യണം. അതാ മൂത്ത് വരുമ്പോൾ അത് 2 സൈഡിലും ആ അരപ്പെല്ലാം പിടിച്ച് നല്ല ഭയങ്കര ടേസ്റ്റായിട്ടുള്ള ഒരു ഫ്രൈ ഐറ്റമാണ് ഇത് കേട്ടോ. ഇതൊരു 1-2 മിനിറ്റ് ഇങ്ങനെ ഓരോ സൈഡ് മൂപ്പിക്കണം. എന്നിട്ട് നമ്മളത് തിരിച്ചു കൊടുത്തിട്ട് ലാസ്റ്റ് ഞാൻ കാണിക്കാവേ. നമ്മൾ ഒരു സൈഡ് ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. അത് കഴിയുമ്പോൾ നമ്മളിങ്ങനെ ഓരോ പീസായിട്ട് എടുത്ത് ഇങ്ങനെ മറിച്ച് ഇട്ട് കൊടുക്കണം. 2 സൈഡും ഒരുപോലെ മുരിഞ്ഞു വരണം. ഇത് കുറച്ച് സമയം എടുക്കും, എന്നാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ടേസ്റ്റ് കാരണം നമ്മൾ വീണ്ടും ഉണ്ടാക്കും. ഇതിപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ കുട്ടികൾക്കൊക്കെ ഒരു ദിവസത്തേക്ക് എന്തെങ്കിലും ബീഫോ ഒക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കണേ, ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ മതി. ഇതിനകത്ത് മല്ലിപ്പൊടിയോ അല്ലെ മറ്റു മുളക് പൊടിയോ ഒന്നും ഇതിനകത്ത് ചേരുന്നില്ല. അപ്പോൾ അത് 2 ദിവസമൊക്കെ പാക്ക് ചെയ്ത് കൊടുത്തു വിടാനും ഒക്കെ നല്ലൊരു ഫ്രൈ ആയത് കേട്ടോ. ഇത് തണുത്ത് കഴിയുമ്പോൾ ഒരു സിപ്പോച്ചിനകത്തോ അല്ലെ ചെറിയൊരു ബോക്സിനകത്തോ ഒക്കെ ആക്കി പിള്ളേർക്ക് കൊടുത്തു വിടാം. ജോലി സ്ഥലത്തൊക്കെ ഇരിക്കുന്ന പിള്ളേർക്ക് നല്ലതല്ലേ. അപ്പോൾ ഇത് മുഴുവൻ ഞാനിതൊന്ന് തിരിച്ചിടാവേ. നമ്മുടെ സ്പെഷ്യൽ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ തന്നെ എന്ത് ഭംഗിയല്ലേ. ആ പൊട്ടറ്റോയും ഒക്കെ അതിനകത്ത് കിടന്ന് മുരിഞ്ഞ് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിങ്ങനെ എണ്ണയിൽ കിടന്ന് മുരിയുമ്പോൾ നല്ലൊരു മണവുമാണ്. ഇതിനകത്ത് വേണേൽ നമുക്കൊരു സ്വല്പം ഒരു ഗരം മസാല എൻ്റെ മേളിൽ കൊണ്ടൊന്ന് തൂയി കൊടുക്കാവേ. കുറച്ച് മതി. കാരണം നമ്മളെല്ലാം ഇങ്ങനെ കുറച്ച് നമ്മൾ ഗ്രാമ്പൂ എല്ലാം മുഴുവനോടിട്ടേക്കുമല്ലായിരുന്നു. അപ്പോൾ ഒരു അവസാന ഭാഗത്ത് ഒരു സ്വല്പം ഗരം മസാല ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക മണമാണ്. ഒരു സ്വല്പം കുരുമുളകും കൂടെ. അതൊക്കെ ഞാൻ കൈകൊണ്ട് തന്നെ ചെയ്യത്തുള്ളൂ കേട്ടോ. നമ്മളല്ലാതെ ചെയ്യുമ്പോൾ അതിങ്ങനെ കൂടി പോകത്തില്ലേ. ഇതിങ്ങനെ ചുമ്മാ ആ ഒരു ഫ്ലേവറിന് വേണ്ടി അവസാനം ഒന്ന് ഇട്ട് കൊടുക്കുന്നതാണ്. ഇത് 2 സൈഡും മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ അങ്ങ് മാക്കിയാൽ മതി. അപ്പോൾ ആ കുരുമുളകും ഗരം മസാല എല്ലാം കൂടെ എല്ലാ ഭാഗത്തും ഒന്ന് പിടിക്കും. ഇനി നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാവേ. ഗ്യാസ് ഓഫ് ചെയ്തേക്കാം. അപ്പം നമ്മുടെ സ്പെഷ്യൽ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്യണം, എല്ലാവർക്കും ഇഷ്ടമാവും. വളരെ ടേസ്റ്റിയാണ്. കാണാൻ ഭംഗിയുള്ള പോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്.
എല്ലാവരും ട്രൈ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം. താങ്ക് യു.